വിശാലമായ ഹൃദയത്തോടെ, കരുണ നിറഞ്ഞ കണ്ണുകളോടെ അപരന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂമിയിൽ തീർക്കപ്പെട്ട സ്വർഗമാണ് മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള ആശാഗ്രാം, ആശാഭവൻ എന്നീ സങ്കേതങ്ങൾ. ആശാഗ്രാം, കരുണയുടെ കളിത്തൊട്ടിൽ. അപരന്റെ വേദനകളിൽ നമ്മുടെ ഹൃദയം വിതുമ്പുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാണ്. യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വിശുദ്ധ കുർബാനയുടെ വിശാല ഭാവമായ കാരുണ്യത്തിൻ്റെ വക്താക്കളാകാൻ, ആരാരുമില്ലാത്തവരെ ചേർത്ത് നിർത്തുന്നതും അവർക്ക് എല്ലാമാകുന്നതുമാണ് പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെ അന്തസത്തയെന്നും മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിശാലഭാവം ഉൾക്കൊള്ളുന്ന MCBS ദിവ്യകാരുണ്യ മിഷണറി സഭാ വൈദികർ. മനുഷ്യമാലിന്യം കൊണ്ട് സ്വന്തം വിശപ്പകറ്റാൻ നോക്കിയ ആരാരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യജീവനുകളാണ് തോമസ് തടത്തിൽ എന്ന വൈദികന്റെ കണ്ണുകളെയും ഹൃദയത്തെയും ഈറനണിയിച്ചത്. പിന്നീട് വിശ്രമമില്ലാത്ത പരിശ്രമങ്ങളുടെ ചുവടുവെപ്പുകളായിരുന്നു. കരുണ പറ്റാത്ത ഒരു പിടി നല്ല മനസ്സുകൾ തോമസ് അച്ഛൻ്റെ സ്വപ്നത്തിന് ചിറക് നൽകി കൂടെ നിന്നപ്പോൾ അത് വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അനുഭവമായി മാറി. കാൽ നൂറ്റാണ്ടിലേറെയായി മഹാരാഷ്ട്രയിൽ ആതുര ശുശ്രൂഷാ മേഖലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ജീവിതം മുഴുവൻ സമർപ്പിച്ച് ജീവിച്ചു തീർക്കുന്ന MCBS വൈദികരും SD സന്യാസിനിമാരും. അവരുടെ ജീവനും ജീവിതവുമാണ് ആകാശപ്പറവുകളുടെ കൂട്ടുകാരായ ഈ മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വിശുദ്ധ ഗ്രന്ഥവചനം ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള MCBS വൈദികരും SD സന്യാസിനി സഹോദരികളും. ചിട്ടയായ ക്ലാസുകളോടൊപ്പം കന്നുകാലി വളർത്തൽ, പഴം, പച്ചക്കറി, മീൻ കൃഷി, ബേക്കറി, ബുക്ക് ബൈൻഡിംഗ്, കരകൗശല വ്യവസായം എന്നിവയിലും കൂടാതെ നല്ല കലാകാരന്മാരായും ശോഭിക്കുകയാണ് ഭൂമിയിലെ ഈ മാലാഖമാർ. അവർ അവരുടെ സ്വർഗം മെനയുകയാണ്. 75 ഏക്കറോളമുള്ള ഈ ഭൂമിയിൽ അധ്വാനിക്കാനും വിളവെടുക്കാനും അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള തോമസ് അച്ഛൻ്റെ സ്വപ്നങ്ങൾ പൂവിടുകയാണ് ആശാഗ്രാം എന്ന ഭൂമിയിലെ ഈ സ്വർഗത്തിൽ.
ജാതി മത ഭാഷാ മതിലുകളില്ല ഇവിടെ. സ്നേഹമെന്ന ഭാഷ മാത്രം, കരുണയുടെ അലിവിൻ്റെ കണ്ണുകൾ മാത്രം. വെറുമൊരു ആശ്രമമോ ആശ്രയമോ മാത്രമല്ല ഈ ഭവനങ്ങൾ. ബുദ്ധിമാന്ദ്യമുള്ളവരെങ്കിലും ശാരീരിക വൈകല്യങ്ങളുള്ളവരെങ്കിലും ഇവിടെ അവർ പരിശീലിപ്പിക്കപ്പെടുകയാണ്. സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ, കരുതലാകാൻ, അധ്വാനിക്കാൻ. സുവിശേഷം ജീവിക്കുക എന്നത് ഒരു വിളിയും വെല്ലുവിളിയുമാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ജീവിതം ഇതുപോലെയുള്ള ആകാശപ്പറവുകളുടെ കൂട്ടുകാർക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഈ വൈദികരും സന്യാസിനികളും ലോകത്തിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അഭിമാനവും പ്രചോദനവുമാണ്. തുടരട്ടെ കരുണയുടെ, അലിവിൻ്റെ ഈ യാത്ര.